അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഹദീസ് പഠന ക്ലാസ് കബൂലാക്കുമാറാവട്ടെ. ഇന്ന് വായിക്കുന്നത് ബാബു മാ ജാഅ ഫി ഖാതമിൻ നുബുവ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ അടയാളപ്പെടുത്തുന്ന അവിടുത്തെ ചുമരിലെ 2 മുദ്ര, അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. ഹദീസ് നമ്പർ 15. ഹദ്ദസന ഖുതൈബ അഖ്ബർന ഖാതിം ബിൻ ഇസ്മായിൽ അനിൽ ജഅദ് ബിൻ അബ്ദുറഹ്മാൻ ഖാല. ജഅദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, സമയത്തു സായിബ ബിൻ യസീദ് റളിയല്ലാഹു അൻഹു യഖൂൽ. സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. ദഹബത്തു ബി ഖാലത്തി ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉമ്മയുടെ സഹോദരി എന്നെയും കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പോയി. ഫഖാലത്ത് യാ റസൂലല്ലാഹ്. നബിയെ വിളിച്ചു പറഞ്ഞു, നബിയെ, ഇന്ന ബിന ഉഖ്തി വജിഉൻ. എൻ്റെ സഹോദരിയുടെ മകൾക്ക് രോഗം കാരണം പ്രയാസമുണ്ട്, വേദനയുണ്ട്. ഫമസഹ റഅസി. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ തല തടവി. വദഅ ലിയ ബിൽ ബറക. എനിക്ക് ബർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. വതവല്ലഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്തു. ഫശരിബ്തു മിൻ വളുഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്ത ബാക്കി വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിച്ചു. വഖുംതു ഖൽഫ ലഹിരിഹി ഫനളർതു ഇലാ ഖാതമി ബൈന കതിഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഞാൻ നിന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുമരിലുണ്ടായിരുന്ന പ്രവാചകത്വത്തെ അറിയിക്കുന്ന അടയാളമാകുന്ന ആ 2 മുദ്ര, അത് ഞാൻ കണ്ടു. ഫഇദാ ഹുവ മിസ്ലു സിദ്ദിൽ ഹജല. ചുണ്ട് ചുവന്ന, കാലുകൾ ചുവന്ന ചെറിയ കാടപ്പക്ഷിയുടെ മുട്ട പോലെയാണ് ഞാൻ കണ്ടത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുമരിൽ നുബുവത്തിൻ്റെ അടയാളമാകുന്ന ആ സീല് മുദ്ര ഉണ്ടായിരുന്നുവെന്നും അത് സാക്ഷിയായിട്ടുണ്ടുവെന്നും മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് മക്കളെ കൊണ്ട് സ്വഹാബി വനിതകൾ അവിടുത്തെ ബർക്കത്തെടുക്കുന്നതൊക്കെ പതിവായിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹദീസ് നമ്പർ 16. ഹദ്ദസന സഈദ് ബിൻ യഖൂബ് തൽഖാനിയു അഖ്ബറന അയ്യൂബ് ബിൻ ജാബിർ അൻ സിമാക് ബിൻ ഹർബ് അൻ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തുൽ ഖാതമ ബൈന കതിഫൈഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നു, മഹാനവകൾ പറഞ്ഞു, റഅയ്തുൽ ഖാതമ ബൈന കതിഫൈഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുമരിൽ ഉണ്ടായിരുന്ന നുബുവത്തിൻ്റെ അടയാളമാകുന്ന ആ 2 മുദ്ര, അത് ഞാൻ കണ്ടു. ഉദ്ദത്തൻ ഹംറാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ കളറാകുന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, അതോട് സമാനമായ ഉയർന്നു നിൽക്കുന്ന മാംസ കഷ്ണം ഞാൻ കണ്ടു. അത് ഏതുപോലെ? മിസ്ല ബൈലത്തിൽ ഹമാമ. മാടപ്രാവിൻ്റെ മുട്ട പോലെയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമരിൽ 2 മുദ്രയെ ഞാൻ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു. ഹദീസ് നമ്പർ 17. ഹദ്ദസന അബൂ മുസ്അബിൽ മദീനി അഖ്ബറന യൂസുഫ് ബിൻ മാജിഷൂൻ അൻ അബീഹി അൻ ആസിം ബിൻ ഉമർ ബിൻ ഖത്താദ അൻ ജദ്ദത്തിഹി റുമൈസത റളിയല്ലാഹു അൻഹ ഖാലത്ത്. സ്വഹാബി വനിതയായ റുമൈസ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നത്, മഹദി പറഞ്ഞു, സമയത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. വലൗ അശാഉ അൻ ഉഖബ്ബിലൽ ഖാതമല്ലദി ബൈന കതിഫൈഹി മിൻ ഖുർബിഹി ലഫഅൽതു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സമയത്ത് നബിയുടെ അടുത്ത് എത്രത്തോളം അടുത്തു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുമരിലുള്ള പ്രവാചകനെന്ന് അറിയിക്കുന്ന ആ മുദ്ര, അത് ചുംബിക്കാൻ ഉദ്ദേശിച്ചാൽ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അത്രത്തോളം നബിയുടെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ് ആ സ്വഹാബി വനിത പറയുന്നത്. ആരെ സംബന്ധിച്ച്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് യൗമ മാത. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ കാരണം കൊണ്ട് കുലുങ്ങി വിറച്ചു. അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ
അർഷ് വിറച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം കാരണം അർഷ് വിറച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയ ഹദീസാണ് നാം ഇവിടെ ഉദ്ധരിച്ചത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാതമുൻ നുബുവത്തിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വവും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഹദീസ് നമ്പർ 18. ഹദ്ദസന അഹ്മദ് ബിൻ അബ്ദത്തുല്ലബഇ വ അലി ബിൻ ഹുജ്ർ വ ഗൈർ വാഹിദ് ഖാലു അഖ്ബറന ഈസ ബിൻ യൂനുസ് അൻ ഉമർ ബിൻ അബ്ദില്ല മൗല ഗുഫ്ര ഹദ്ദസനി ഇബ്രാഹിം ബിൻ മുഹമ്മദ് മിൻ വലദി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല കാന അലി റളിയല്ലാഹു അൻഹു ഇദാ വസഫ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദക്കറൽ ഹദീസ ബിതൂലിഹി. ഈ 18ാമത്തെ ഹദീസ് നേരത്തെ 6-ാം നമ്പർ ഹദീസ് തന്നെയാണ് 18ാമത്തെ ഈ ഹദീസ്. ദീർഘമായി അവിടെ ആ വിഷയങ്ങൾ പറഞ്ഞു. അതിൽ പറയുന്നൊരു ഭാഗമാണ് വഖാല ബൈന കതിഫൈഹി ഖാതമുൻ നുബുവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ചുമരിൻ്റെ ഇടയിൽ നുബുവത്തിൻ്റെ അടയാളമാകുന്ന ആ മുദ്ര ഉണ്ടായിരുന്നു. വഹുവ ഖാതമുൻ നബിയീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ് എന്ന് പരാമർശിക്കുന്ന 6ാമത്തെ ഹദീസ് തന്നെയാണ് ഇവിടെ 18ാമത്തെ ഹദീസായി കൊടുത്തത്. അതിൻ്റെ ആവശ്യമായ ഭാഗമാണ് ഇവിടെ കൊടുത്തത്. ബാക്കി ഉള്ള മുഴുവൻ ഹദീസും 6ാമത്തെ ഹദീസായി അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. 19ാമത്തെ ഹദീസ് ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ അഖ്ബറന അബു ആസിം അഖ്ബറന അസ്റത്ത് ബിൻ സാബിത്ത് അഖ്ബറനി ഇൽബാഉ ബിൻ അഹ്മർ അഖ്ബറനി അബു സയ്യിദ് അംർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബു സയ്യിദ് അംർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബാ സയ്യിദ്, ഓ അബൂ സയ്യിദേ, ഉദ്നു മിന്നി, എൻ്റെ അടുക്കലൊന്ന് അടുത്തുക, ഫംസഹ ലഹ്രി, എൻ്റെ പുറമൊന്ന് തടകൂ. ഫമസഹത്തു ലഹ്റഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരടി ഭാഗം തടകിക്കൊടുത്തു. ഫവഖഅത് അസാബിഇ അല ഖാത്തമി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ അടയാളമാകുന്ന അവിടുത്തെ 2 ചുമരിലുള്ള ആ മുദ്രയിൽ എൻ്റെ വിരലുകൾ എത്തി. കൊൽത്തു, ബഹുമാനപ്പെട്ട ഇൽബാൻ ബിൻ അഹ്മർ അബൂ സയ്യിദ് അംർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അവിടുന്ന് ചോദിച്ചു, വമൽ ഖാത്തമു, എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ അറിയിക്കുന്ന ആ 2 ചുമരിലുള്ള മുദ്ര? ഖാല ശറാത്തും മുജ്തമിഅത്തുൻ, കുറേ മുടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഹദീസിലൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ അടയാളമായി പറയുന്ന ആ ഖാതമുൻ നുബുവ അത് ഉണ്ട് എന്നും അതിൻ്റെ രൂപം അതല്പം മാംസപിണ്ഡം അവിടുത്തെ 2 ചുമരിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി. അതിൻ്റെ പരിസരത്ത് രോമങ്ങളുണ്ടായിരുന്നു എന്നും സാക്ഷ്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നാളെ പരാമർശിക്കും. അല്ലാഹു നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ കബൂലാക്കട്ടെ.